ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഷോപ്പിങ്ങിന് എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരിക? എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ. അപ്പൊ ഇത് വന്നിട്ട് ഒരു രണ്ടുപേര് തമ്മിൽ സ്വാതി എന്ന് പറഞ്ഞൊരു കുട്ടിയും പിന്നെ സെയിൽസ്മാനും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. അപ്പൊ അതെങ്ങനെ രീതിയിലാണ് നമ്മൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്കുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ എങ്ങനെ മേടിക്കും, പറഞ്ഞിട്ട് എങ്ങനെ മേടിക്കും, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞിട്ട് മേടിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ആദ്യം വന്നിട്ട് സെയിൽസ്മാൻ പേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ ഷോപ്പിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി സെയിൽസ്മാൻ അവിടെ ഉണ്ടാവും. അപ്പൊ അവൻ നമ്മളെ സ്വാഗതം ചെയ്തിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന രീതിയിൽ ചോദിക്കാറ്. അപ്പൊ സെയിൽസ് പേഴ്സൺ, അതായത് സ്വാതി പറയാണ്, യെസ് ഐ ആം ലുക്കിംഗ് ഫോർ എ പാർട്ടി വിയർ ഇൻ എ സൈസ് മീഡിയം. അപ്പൊ സ്വാതി എന്ന് പറഞ്ഞൊരു കസ്റ്റമർ പറയാണ്, യെസ് എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേണ്ടത്, അതായത് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇരുന്ന പറ്റിയ ഒരു ഡ്രസ്സാണ് എനിക്ക് വേണ്ടത്, അത് എന്റെ സൈസ് വന്നിട്ട് മീഡിയം ആണ് എന്ന് പറയാണ്. അപ്പൊ സെയിൽസ് പേഴ്സൺ പറയാണ്, ലെറ്റ് സി ഹിയർ എ നൈസ് മെജന്ത വൺ, വാട്ട് ഡു യു തിങ്ക്. ഇവിടെ സെയിൽസ് പേഴ്സൺ പറയാണ് ഇവിടെ മെജന്ത കളറിൽ, അതായത് ലെറ്റ് സി നമുക്ക് നോക്കാം എന്ന് ആദ്യം പറയാണ്. അപ്പൊ എന്നിട്ട് പറയാണ് ഹിയർ എ നൈസ് മെജന്ത വൺ, വാട്ട് ഡു യു തിങ്ക്. ഇവിടെ നല്ലൊരു മെജന്ത കളർ ഉണ്ട്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങൾ അത് എടുക്കാൻ താല്പര്യപ്പെടുന്നോ എന്ന രീതിയിലാണ് സെയിൽസ്മാൻ പേഴ്സൺ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് സ്വാതി കസ്റ്റമർ ചോദിക്കാണ്, ഐ തിങ്ക് ഐ വുഡ് റാദർ ഹാവ് ഇറ്റ് ഇൻ ബ്ലൂ. അപ്പൊ സ്വാതി എന്ന കസ്റ്റമർ ആണ്, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇതിന്റെ ഒരു നീല കളർ ഇരിപ്പുണ്ടെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ പറയുന്നത്. പിന്നെ സെയിൽസ് പേഴ്സൺ, ഓ ഹിയേഴ്സ് ബ്ലൂ ഇൻ എ മീഡിയം, വുഡ് യു ലൈക്ക് ടു ട്രൈ ഇറ്റ് ഓൺ. ഓ നിങ്ങൾക്ക് ഇത് ഇവിടെ ബ്ലൂ കളർ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് സെയിൽസ് പേഴ്സൺ ചോദിക്കാണ്. സ്വാതി, യെസ് ഐ ലവ് ഇറ്റ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ് ഫിറ്റ്സ് പീസ്ഫുള്ളി, ഹൗ മച്ച് ഈസ് ഇറ്റ്. ഓ ഇത് നന്നായിട്ട് ഫിറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത് എത്രയാണ് പ്രൈസ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സെയിൽസ്മാൻ, ഇറ്റ്സ് 5000. അപ്പൊ സെയിൽസ്മാൻ പറഞ്ഞു, ഓ ഇത് 5000 രൂപയാണ് വരുന്നത്. അപ്പൊ സ്വാതി, പെർഫെക്റ്റ്, ഐ ഐ വിൽ ടേക്ക് ഇറ്റ്, ശരി എന്നാൽ ഞാൻ ഇത് എടുത്തേക്കാം എന്ന് പറയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കടയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കോൺവെർസേഷൻ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ക്ലാസ്, അതായത് ഇപ്പൊ ഞാൻ ഇതുപോലെ കോൺവെക്കേഷന്, അതേപോലെ ഷോപ്പിംഗ്, പോസ്റ്റ് ഓഫീസ്, അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺവെക്കേഷൻസ് വേണം, അതായത് ഒരാളിങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ കസ്റ്റമറിനും സ്വാധീനം, വേറെ എന്തൊക്കെ കോൺവെർസേഷൻസ് നമുക്കിപ്പം ഷോപ്പിങ്ങിന് പോയാൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേര് കമന്റ് നോക്കിയിട്ട് ഞാൻ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ഞാൻ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗ്രാമറിന്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. കുറഞ്ഞ റിപ്ലൈയും പിന്നെ അതേപോലെ തന്നെ ക്ലാസ് വേണ്ടവർക്ക് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. ഓക്കെ, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ
അതായത് ഇംഗ്ലീഷിനെ പറ്റിയാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തു പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിന്റെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് അതുപോലെ തന്നെ ഗ്രാമർ ഒക്കെയാണ് ഞാൻ ഓൾറെഡി കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ അതുപോലെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്നതായിരിക്കും. സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സി യു.